ഹലോ നമസ്കാരം, PJ പുള്ളി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉള്ളിവടയാണ്. അതിന് വേണ്ടുന്ന ഇത്രയും സാധനങ്ങളുണ്ട്. ആദ്യം ഉള്ളി, കടലമാവ്, മൈദമാവ് 3/4 കപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകം, എണ്ണ, ഉപ്പ്, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്. ഇനി നമുക്ക് ഉപ്പിട്ട് ഈ ഉള്ളി ചെറുതായിട്ടല്ല നല്ലപോലെ ഒന്ന് ഞെരടണം. ഞെരടി അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം നമുക്ക് എടുത്ത് കളയണം. ആവശ്യത്തിന് ഉപ്പിട്ട് ഈ ഉള്ളി നല്ലതുപോലെ ഒന്ന് ഞെരടണം. ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ച് വെള്ളം വരും, ആ രീതി ഞെരടണം. നല്ലപോലെ ഞെരടണം. നല്ലപോലെ തേച്ച് ഞെരടി എടുക്കും. സവാള ഉള്ളിക്കകത്ത് വെള്ളമെല്ലാം ഇറങ്ങി. ഉള്ളി ഞെരടി കഴിഞ്ഞു. നല്ലപോലെ ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മൈദാപ്പൊടി, 1/2 കപ്പ് മൈദാപ്പൊടി. ഇതുപോലെ കപ്പിന് 1/2 കപ്പ് മൈദാപ്പൊടി, 1/2 കപ്പ് കടലപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകം, പച്ചമുളക്, ഇഞ്ചി അരിഞ്ഞത്, കറിവേപ്പില, 3 ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടതായി കുറച്ചുപ്പ്. ഇനി ഇത് ഒന്നുകൂടെ ഞെരടണം. എല്ലാം കൂടെ ഇട്ട് മിക്സാക്കി നല്ലപോലെ കുഴച്ചെടുക്കണം. ഇതെല്ലാം കൂടെ കുഴച്ചിങ്ങനെ വെച്ചിട്ടുണ്ട്. കത്തിച്ച് ചീനിച്ചിട്ട് ചൂടാകുമ്പോൾ ഈ എണ്ണ അങ്ങോട്ട് ഒഴിക്കണം. എണ്ണ ഒഴിച്ചു. ഈ എണ്ണ നല്ലപോലെ ചൂടാകണം. ഇത്രയും വലിപ്പത്തിൽ ഉരുട്ടുക. കയ്യെ വെച്ചിട്ട് ഇങ്ങനെ അമർത്തണം. അങ്ങനെ എണ്ണ ചൂടായി വരുന്നു. നമുക്കിനി ഉള്ളി വടയായിട്ട് ഉരുട്ടി ഇത് പരത്തി എണ്ണയിലോട്ട് ഇടാം. തിരിച്ചിടാം. ബ്രൗൺ കളർ കിട്ടണമെങ്കിൽ നമ്മൾ നോക്കി ഇരുന്നോണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ഇച്ചിരിടുന്ന നോക്കണം. ഉള്ളി വട മൂത്ത് വരുന്നുണ്ട്. ഏകദേശം ഒരു 10-30 സെക്കൻഡ് കൂടെ കിടന്ന് വട റെഡി. ഉള്ളിവട മൂത്തു. ഇനി നമുക്കത് കോരി എടുക്കാം. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഈസി റെസിപ്പി ഉള്ളിവട തയ്യാർ.